ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗിനായി ഗ്യാസ് ഏജൻസികളിൽ വലിയ തിരക്ക്. പാചകവാതക സിലിണ്ടർ യഥാർത്ഥ ഉപഭോക്താവിന്റെ കൈവശത്തിലാണോ എന്ന് ഉറപ്പാക്കാനാണ് കണക്ഷൻ മസ്റ്ററിംഗ് നടത്തുന്നത്. അവസാന തീയതി നിശ്ചയിച്ചിട്ടില്ലെന്ന് അധികൃതർ ആവർത്തിക്കുമ്പോഴും വലിയ തോതിലാണ് ഉപഭോക്താക്കൾ ഏജൻസികളിലേക്ക് എത്തുന്നത്. മസ്റ്ററിംഗ് നടത്തിയില്ലെങ്കിൽ അടുത്ത മാസം മുതൽ ഗ്യാസ് ലഭിക്കില്ലെന്ന തെറ്റായ വാർത്ത പ്രചരിച്ചതോടെയാണ് ഏജൻസികൾക്ക് മുന്നിൽ ഉപഭോക്താക്കളുടെ തിരക്ക് കൂടിയത്. പ്രായമായവരുടെ പേരിലാണ് ഭൂരിഭാഗം പേരുടെയും കണക്ഷൻ. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ക്യൂവിൽ നിൽക്കേണ്ടി വരുന്നതും വയോധികരെയും രോഗികളെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഓൺലൈനിലൂടെ വിവരങ്ങൾ പുതുക്കാമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും മുതിർന്നവർക്ക് ഇതിന് കഴിയാറില്ല. ഏജൻസികൾ മസ്റ്ററിംഗ് നടത്തുന്നത് ഓൺലൈനിലൂടെ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ഇന്റർനെറ്റ് തടസ്സപ്പെടുന്നതും നടപടികൾ വൈകാൻ ഇടയാക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ സൈറ്റ് കിട്ടാതെ വരുമ്പോഴും പൊതുജനങ്ങളോട് ഇത് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. അവർ രാവിലെ പണിയും കളഞ്ഞ് അവർ രാവിലെ മുതൽ ക്യൂവിൽ നിന്ന് ഈ മഴയത്ത് ക്യൂവിൽ നിന്ന് മഴ നനഞ്ഞ് ഒക്കെ വരുമ്പോഴത്തേക്കും അവരോട് അവസാനം കയറി വരുമ്പോൾ സൈറ്റ് ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വയലൻ്റ് ആവും. അപ്പോൾ അങ്ങനെ പലയിടത്തും സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇത്തരം സംഘർഷങ്ങളുടെ ഒന്നും യാതൊരു കാര്യവും ഇല്ലെന്നുള്ളതാണ്. ഇത് ആധാർ മസ്റ്ററിംഗ് നടത്തിയില്ല എന്നോർത്ത് ആർക്കും സിലിണ്ടർ ലഭിക്കാതെ വരുന്ന ഒരവസ്ഥയും ഉണ്ടായിട്ടില്ല. മസ്റ്ററിംഗ് നടത്തുന്നവരിൽ ഏറെപ്പേരുടെയും ബുക്കിലെ പേര് മാറ്റേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഉടമ മരണപ്പെട്ടെങ്കിലും പേര് മാറാതെ കിടക്കുന്നതിനാൽ പുതിയ ഉടമയുടെ പേരിലേക്ക് മാറ്റാതെ മസ്റ്ററിംഗ് നടത്താനും കഴിയില്ല. ഇത് മസ്റ്ററിംഗ് വൈകുന്നതിന് മറ്റൊരു കാരണമാകുന്നുണ്ട്. കണക്ഷൻ എടുത്തവർ വിദേശത്തോ കിടപ്പ് രോഗിയോ ആണെങ്കിൽ മറ്റൊരാളുടെ പേരിന് കണക്ഷൻ മാറ്റി വേണം മസ്റ്ററിംഗ് നടത്താൻ. ഗ്യാസ് കണക്ഷൻ ബുക്ക്, ആധാർ കാർഡ്, റേഷൻ കാർഡ്, രജിസ്റ്റർ ചെയ്ത മൊബൈൽ ഫോൺ എന്നിവ മസ്റ്ററിംഗ് നടത്താൻ എത്തുന്നവർ കൈവശം കരുതണം. ഏജൻസികളിൽ എത്താതെ കമ്പനി ആപ്പും ആധാർ ഫേസ് റെക്കഗ്നേഷൻ ആപ്പും ഡൗൺലോഡ് ചെയ്ത് മസ്റ്ററിംഗ് നടത്തുന്നവരും നിരവധിയാണ്. എന്നാൽ ഇത്തരത്തിൽ വിവരങ്ങൾ നൽകുന്നവർക്ക് ഫോണിൽ സന്ദേശം ലഭിക്കാത്തതും ആശയക്കുഴപ്പത്തിന് ഇടയാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.